ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ആരെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് ഇനി പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടെങ്കിൽ നമ്മളിപ്പം AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പനി ബോർഡ് LGS, 10th വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ബേവ്കോ LDC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് 10th +2 ഡിഗ്രി നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാവട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, മികച്ച ക്വാളിറ്റി ക്ലാസ്സുകൾ, ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, ഡെയിലി ഒരു ദിവസം നിങ്ങൾ എന്താണോ പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു മെന്റർഷിപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട്, ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാനുള്ള കംപ്ലീറ്റ് പാക്കേജിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പനി ബോർഡ് LGSന്റെ അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. LGSന്റെ അപ്ലൈ ഡേറ്റ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, PSC ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2026 ഇതിന്റെ ഒരു എക്സാം എല്ലാം കഴിഞ്ഞ് നമുക്ക് 27 റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, ജയിലർ തുടങ്ങിയ ഒരുപാട് എക്സാമുകൾ ഓൾറെഡി കാറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, PSC വിളിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിലൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ എക്സാമുകൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിവിധ യൂണിവേഴ്സിറ്റീസ്, കേരളത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, MG, അതുപോലെ കാലിക്കറ്റ്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വളരെ നല്ല ശമ്പള സ്കെയിലുള്ള, പ്രൊമോഷൻ സാധ്യതകൾ ഒരുപാടുള്ള ഏറ്റവും നല്ല ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 454/2025. അപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 39,300 മുതൽ 83,000 രൂപ, അതായത് ഇൻ ഹാൻഡ് അത്യാവശ്യം ഒരു 45-50 അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, അതായത് TA DA ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ അടുപ്പിച്ച് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അവസരമുള്ള ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലെ 36 വയസ്സ് തികഞ്ഞിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ഈ OBC കാറ്റഗറി അല്ല, ഞാൻ ജനറൽ കാറ്റഗറിയാണ് പറയുന്നത്. അപ്പോൾ വരുന്നത് 2/1/1989, അതായത് 1909, 2/1/1989 ജനിച്ചു. അതായത് ഈ ഒരു തീയതിയാണ്, 2 പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഉള്ളിൽ നിന്ന് ഉദ്ദേശിച്ചത് 1989, 2007 ഈ ഒരു വർഷം നോക്കുക. നിങ്ങൾ ഈ ഒരു വർഷം ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷേ 1/1/2027, അതേപോലെ തന്നെ ഇവിടെ 2/1/1989 ജനിച്ചവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു OBC കാറ്റഗറി ആണ് എങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 39 വയസ്സ്. ഓക്കെ, 39 വയസ്സാണ് OBC കാറ്റഗറിയിൽ ജനിച്ച ആളുകൾക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് SC ST വരുന്നുണ്ട്. അപ്പോൾ എത്ര വരുന്നുണ്ട്, 41 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, OBC കാറ്റഗറിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഏജ് ലിമിറ്റ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി അതേപോലെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി പാസ്സായിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അതായത് നമുക്കൊരു കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഫൈനൽ നമുക്കൊരു മാർക്ക് ഷീറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും സപ്ലൈ കിട്ടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ സപ്ലൈ ക്ലിയർ ചെയ്യാനുണ്ട്, പക്ഷേ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള
ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം പാസ്സായിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഗ്രി പാസ് ഔട്ട് ആവാൻ അല്ലെങ്കിൽ സപ്ലൈ എടുക്കുകയാണ് നിങ്ങൾ, പക്ഷേ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എക്സാം എഴുതി എടുക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് ഷീറ്റിൽ അവിടെ എക്സാം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് വരുമ്പോൾ അവിടെ ഡേറ്റ് കൃത്യമായിട്ട് അതിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈവൻ അപ്പോൾ എക്സാം ക്ലിയർ ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിൽ ജോലിയിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ഇനിയിപ്പോൾ പഠനം തുടങ്ങാം. എപ്പം മുതൽ തുടങ്ങും? നമുക്കറിയാം ഡിഗ്രി ഇതിനെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ പ്രിലിംസ് എക്സാം ആയിട്ടായിരിക്കും നടത്തുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ഈ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസോ അതുപോലെ ഇക്വലൻസി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാകും. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ BA, BSc, BCom, അതേപോലെ BTech, ദെൻ ഇത് ഏത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ഏതൊരു ഗ്രാജുവേഷൻ ഡിഗ്രി ഓർഡർ ആണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടത് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനുമാണ്. ഇനി ഇതിന് എക്സാമിലെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം ഒരൊറ്റ പ്രിലിംസ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഡിഫറെൻറ്റ് കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ PSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.